വെൽക്കം ബാക്ക്. ഞാനിന്ന് എളുപ്പത്തിൽ കുക്കറിലൊരു സാമ്പാറും കറി ചെയ്തെടുക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി കുക്കർ എടുത്ത് ഒരു കപ്പ് പരിപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മതിയാവും. കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. എല്ലാ പച്ചക്കറികളും നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്നിച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു കറിയാണ് എഴുതി. ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇടുന്നില്ല. 2 സ്പൂൺ നിറയെ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. അത് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. വേറെ മസാലകളൊന്നും ചേർക്കണില്ല. ഇത് വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പാക്കറ്റ് വാങ്ങിയതായാലും കുഴപ്പമില്ല. ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി. പിന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. ഇത്രയേ ഉള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറവിട്ടെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് ഒരു അല്പം ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി വറുത്ത് പൊടിച്ചതാണ്, സാമ്പാർ കായപ്പൊടിയും കൂടിയും ചേർത്ത് ഇനി നമുക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മളെ സാമ്പാർ കറി തയ്യാറായി. ഇനി നമുക്ക് ഇതേപോലെ പെട്ടെന്നൊരു മീൻ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനായി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി നമുക്ക് മീനിലൊന്ന് തേച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ മീൻ ഫ്രൈയും റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.